Hi students, welcome back to our next session. In this session, we can discuss about credit valuation models or selection models. Credit valuation models or selection model. Credit valuation model or selection model are of three types. They are heuristic approach, discriminant analysis, sequential and decision analysis. Heuristic approach, discriminant analysis, sequential decision analysis. The first one we have to understand heuristic approach. Heuristic approaches used by managers in order to take decision regarding credit limit and credit analysis. അപ്പോൾ ക്രെഡിറ്റ് അനാലിസിസിനും ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിനൊക്കെ മാനേജേഴ്സ് ജനറലി ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്. ഇവിടെ ഒരു നോർമൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് സം ക്രൈറ്റീരിയ ഓർ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദ മാനേജർ ക്യാൻ ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദ ക്രെഡിറ്റ് ഗ്രാൻസ് ആൻഡ് ക്രെഡിറ്റ് ലിമിറ്റ്. ഇപ്പോൾ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിൽ ചില ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജർ ഡിസിഷൻസ് എടുക്കുക. വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് ക്രെഡിറ്റ് ഡിസിഷൻ? ദേ ആർ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ്, പേ ഹാബിറ്റ്സ്, ഇയർ ഓഫ് ബിസിനസ്, പ്രോഫിറ്റ് മാർജിൻ, current ratio, total debt to asset ratio, inventory turnover ratio, qualitative factors. Credit requirements, pay habits, year of business, profit margin, current ratio, total debt to asset ratio, inventory turnover and qualitative factors. The first one is credit requirements. The credit requirement of the applicant is one of the important factors to be considered while taking decision regarding ക്രെഡിറ്റ്. ഇപ്പൊ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടർ ആണ് ക്രെഡിറ്റ് റിക്വയർമെന്റ്സ്. ദിസ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ applicant's dependability on the creditor. If the applicant will require less than 25% of his requirements from this customer. ഇപ്പൊ ഏതെങ്കിലും ഒരു അപ്ലിക്കന്റ് ഒരു കസ്റ്റമർ ക്രെഡിറ്ററിൽ നിന്ന് അയാളുടെ ടോട്ടൽ റിക്വയർമെന്റ്സിന്റെ ആൾക്ക് എത്ര ആവശ്യമുണ്ട് എന്നാണ് അയാളുടെ ടോട്ടൽ റിക്വയർമെന്റ് എത്രമാത്രം ഗുഡ്സ് ആവശ്യമുണ്ട് അതിന്റെ 25%നേക്കാൾ കുറവാണ് ക്രെഡിറ്ററിൽ നിന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ അയാൾക്ക് ക്രെഡിറ്റർ പ്രത്യേകിച്ച് ഒരു അലവൻസോ ഒന്നും കൊടുക്കില്ല. When a customer takes less than 25% of his requirements from a creditor, അതായത് ഒരു ക്രെഡിറ്ററിൽ നിന്ന് അയാൾക്കുള്ള മൊത്തം ഗുഡ്സിന്റെ റിക്വയർമെന്റ്സിൽ 25% മാത്രമാണ് ഒരു ക്രെഡിറ്ററിൽ നിന്ന് അയാൾ വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് അലവൻസ് കൊടുക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇഫ് ഹി ബൈസ് 25% to 50% of his requirements from this customer, he will get 5% allowances. At the same time നമ്മളുടെ കസ്റ്റമർ അയാളുടെ റിക്വയർമെന്റ്സിന്റെ 25% മുതൽ 50% വരെ ഒരു ക്രെഡിറ്ററിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് 5% അലവൻസ് കൊടുക്കും. ദെൻ മൂന്നാമതൊരു കാര്യം പറയാണ്, ഇഫ് ആൻ അപ്ലിക്കന്റ് റിക്വയർ മോർ ദാൻ 50% ഓഫ് ഹിസ് റിക്വയർമെന്റ്സ്, ആൾക്ക് എത്ര റിക്വയർമെന്റ്സ് ഉണ്ടോ അതിന്റെ 50%-ലധികം ക്രെഡിറ്ററെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ക്രെഡിറ്റർ മേ പ്രൊവൈഡ് 10% ഓഫ് അലവൻസസ് ടു ഹിം. That is credit requirements. The next one, pay habits. Pay habits, we have already stated that pay habits are of different types. Some customers will have the habit of paying ഫാസ്റ്റ്ലി അല്ലെ. ചില ആളുകൾ വളരെ വേഗത്തിൽ പേയ്മെന്റ് നടത്തും. ഇഫ് എ കസ്റ്റമർ പേയ്സ് ദ ഡെറ്റ് വിത്തിൻ ബിഫോർ ദ പേയ്മെന്റ് ഡേറ്റ്, പേയ്മെന്റ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പേ തന്നെ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഡേറ്റ് എത്തുന്നതിന് മുമ്പേ തന്നെ ബില്ലുകൾ പേ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് 10% ഒക്കെ അലവൻസ് കൊടുക്കും. ഓൺ ദ ഡേറ്റ്, വെൻ എ കസ്റ്റമർ മേക്സ് പേയ്മെന്റ് ഓൺ ദ ഡേറ്റ്, ഏതെങ്കിലും ഒരു കസ്റ്റമർ ഡേറ്റിൽ പേയ്മെന്റ് നടത്താണെങ്കിൽ സാധാരണ ഇവിടെ ക്രെഡിറ്റർ ഒരു 5% അലവൻസ് കൊടുക്കും. വെൻ എ കസ്റ്റമർ മേക്സ് ഡിഫോൾട്ട് ഓർ മേക്കിംഗ് സ്ലോ ഇൻ പേയ്മെന്റ്, he will not get any kind of allowances. That is pay habits. Then the third one is year of business. Year of business is the third factor important in the credit decision making. ഇപ്പോൾ ഇയർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ബിസിനസ് തുടങ്ങിയിട്ട് 3 വർഷത്തിൽ താഴെയാണെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് അലവൻസ് ഒന്നും കൊടുക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം 3 to 5 years ആയി അയാൾ ബിസിനസ് തുടങ്ങിയിട്ട്
അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 5% അലവൻസ് കൊടുക്കും. ആഫ്റ്റർ 5 ഇയറിന് ശേഷമാണ് അയാൾക്ക് ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് വരുന്നതെങ്കിൽ അയാൾക്ക് 10% അലവൻസ് കൊടുക്കും. അപ്പോൾ 3 ഇയേഴ്സിന് താഴെയുള്ള കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് അവരുടെ ഏജ് ഓഫ് ബിസിനസ് 3 ഇയേഴ്സിനേക്കാൾ താഴെയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അലവൻസ് ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ 3 to 5 ഇയറിനുള്ളിലാണെങ്കിൽ അവർക്ക് 5% അലവൻസ് കൊടുക്കും. above 5 years ആണെങ്കിൽ അവർക്ക് 10% അലവൻസ് കൊടുക്കും. then profit margin, when a customer's profit margin is lying less than 5%, അവരുടെ പ്രോഫിറ്റ് 5%നേക്കാൾ കുറവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അലവൻസ് ക്രെഡിറ്റർ കൊടുക്കില്ല. when the net profit margin lies between 5% to 10%, അങ്ങനെയാണെങ്കിൽ അവർക്ക് 5% മാർജിൻ കൊടുക്കും. above 15% ഓഫ് പ്രോഫിറ്റ് മാർജിൻ ആണെങ്കിലോ നമ്മൾ 10% അവർക്ക് അലവൻസ് കൊടുക്കും. then current ratio, when a customer's current ratio is less than 2:1, less than 2:1 but above 1.5. അപ്പോൾ 1.5നും 2.1നും ഇടയിലാണ്, 2നും ഇടയിലാണ് അയാളുടെ കറന്റ് റേഷ്യോ എങ്കിൽ അയാൾക്ക് 10% അലവൻസ് കൊടുക്കും. 1.5 ആണ് കറന്റ് റേഷ്യോ എങ്കിൽ 1.5:1 ആണെങ്കിൽ അലവൻസ് 5% ആയിട്ട് മാറും. when the customer's current ratio which less than 1.5 ആണെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് അലവൻസ് കൊടുക്കുന്നില്ല. then total debt to asset ratio, അസറ്റിൽ ടോട്ടൽ ഡെറ്റ് എത്രമാത്രമുണ്ട് എന്ന് നോക്കുന്നതാണ്. ടോട്ടൽ ഡെറ്റ് എത്രമാത്രം ഉപയോഗിച്ചിട്ടാണ് അസറ്റ് വാങ്ങിയിരിക്കുന്നത്, ആ ഒരു റേഷ്യോ പെർസെൻറ്റേജ് ആണ് നമ്മൾ ടോട്ടൽ ഡെറ്റ് ടു അസറ്റ് റേഷ്യോ. ടോട്ടൽ ഡെറ്റ് 30% ടു അസറ്റിലാണെങ്കിൽ നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് അലവൻസ് 30% ആണെങ്കിലാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും അലവൻസ് കൊടുക്കുള്ളൂ. 30%നേക്കാൾ മുകളിലാണ് ടോട്ടൽ ഡെറ്റ് ഈസ് മോർ ദാൻ 50%, അതായത് അസറ്റിൽ ടോട്ടൽ ഡെറ്റ് 50%നേക്കാൾ കൂടുതലാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അലവൻസസ് കൊടുക്കുന്നില്ല. then inventory turnover ratio, what do you mean by inventory turnover ratio? Inventory turnover ratio measures the speed at which the inventories are converted into cash. It is the speed at which the inventories are converted into cash. ഇൻവെന്ററീസിനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ സ്പീഡിനെയാണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. The inventory turnover ratio of a customer is more than 5%, the customer will get allowances from the creditor. Then the last factor is qualitative factor. Qualitative factor means the subjective evaluation of the customer by the creditor. അയാളെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുക, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ ഡിസിഷൻ അനുസരിച്ചിട്ട് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഓരോ ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഒരു സബ്ജക്റ്റീവ് ഇവാലുവേഷൻ നടത്തിയിട്ട് നമ്മൾ ക്രെഡിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റേറ്റീവ് factors. The next factors will be discussed in our later classes. Okay, thank you all.